പിന്നെ ഓതണോ? അതുകൊണ്ട് ആ ബിസ്മി ഓതിയിട്ട് നമ്മളെ ഫാത്തിയൊക്കെ ഉണ്ടാകുക. നിങ്ങളൊന്ന് നോക്ക്, മുജാഹിദിന്റെ അധിക പള്ളിയിൽ, ഇവിടെ എങ്ങനെ നിങ്ങൾക്ക് അറിയില്ല, മുജാഹിദിന്റെ പള്ളിയിൽ ബിസ്മി ഓതൂല. ബിസ്മി ഓതൂല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു തർക്കാണ്. നിങ്ങൾ നമ്മൾ നമ്മളെ തർക്കായി പറയുന്നത്, നിങ്ങൾ നമ്മൾ നമ്മളെ തർക്കം. നാദാപുരം ജുമാഅത്ത് പള്ളിയിൽ ബിസ്മി ഓതുന്നു, ഈ രാജുലത പള്ളിയിൽ ബിസ്മി ഓതുന്നു, ഞങ്ങളെ പള്ളികളിലൊക്കെ ബിസ്മി ഓതുന്നു, നിങ്ങളെ പള്ളിയിൽ ബിസ്മി ഇല്ല. ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മി ഇല്ല. നാദാപുരത്തെ ജനങ്ങൾ, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാൻ. അപ്പൊ ഞങ്ങൾ മൗലവിമാരും മുസ്ലിംമാരും തമ്മിലൊരു തർക്കാണിപ്പോ, ബിസ്മി ഓതണോ വേണ്ടേ അല്ലെ? ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ ഇല്ലേ തർക്കാണ്. നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഈ മൗലവിമാരെ പിന്നാലെ നടക്കുന്ന ചില ആളുകളുണ്ടല്ലോ, വിവരമില്ലാതെ പെട്ടുപോയ ചില ഡോക്ടർമാര്, വിവരമില്ലാതെ പെട്ടുപോയ ചില മാഷന്മാര്, വിവരമില്ലാതെ പെട്ടുപോയ ചില പഞ്ചായത്തോ ബ്ലോക്കോ മെമ്പറോ എന്നല്ല, അങ്ങനൊക്കെ പെട്ടുപോയ ചില വിവരമില്ലാത്തവരുണ്ട്. അവർക്കൊക്കെ സന്മാർഗം കാണിച്ചു കൊടുക്കണം. എനിക്ക് അവരോടൊന്നും വിരോധമില്ല, അവർ അറിവില്ലാതെ പെട്ടുപോയതാണ്. അവർക്കൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിക്കും അവർ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ മതി. അവരൊന്നും ഇതിലേക്ക് പോകുമ്പോ നാട്ടുകാരെന്നുള്ളവർക്ക് എന്നോട് കൂടി ചോദിച്ചിട്ട് പോയെങ്കിൽ വളരെ നന്നായി പോകും. കാരണം ഒരു വിഷയത്തെ കുറിച്ച് അറിയുന്നവരോട് ചോദിച്ചിട്ട് പോകുന്നതിൽ എപ്പോ നല്ലത്. ഞാൻ പറയാ, നിങ്ങളോട് ചോദിക്കട്ടെ, നാദാപുരം ജുമാഅത്ത് പള്ളിയിൽ ബിസ്മിയുണ്ട് അല്ലേ? നാദാപുരം ജുമാഅത്ത് പള്ളിയിൽ ഫാത്തിഹയ്ക്ക് ബിസ്മിയുണ്ട്, ഇവിടുത്തെ പള്ളിയിലും ബിസ്മിയുണ്ട്. അതേസമയത്ത് മുജാഹിദ് പള്ളിയിൽ ബിസ്മിയില്ല. ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ ഇല്ലേ ഇപ്പൊ തർക്കാണ്. നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാ, നിങ്ങളൊരു മുസഹഫ് എടുക്കുക. മോനെ, ഒരു മുസഹഫ് എടുത്തോണ്ട് ഒരു ഒതുള്ള ഒരു മുസഹഫ് ഉണ്ടിനി, എന്റെ ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാം. ഫാത്തിഹയിൽ ബിസ്മി ഇല്ലേ? അതിന് നമ്മൾ ശബാബ് നോക്കണ്ട, സിറാജ് നോക്കണ്ട, റിസാല നോക്കണ്ട, സുന്നി വോയിസ് നോക്കണ്ട, കാന്തപുരന്ത് പറഞ്ഞു നോക്കണ്ട, ഇ.കെ. ഉസ്താദ് പറഞ്ഞു നോക്കണ്ട, കണ്ണിയത്തെന്ന് പറഞ്ഞു നോക്കണ്ട, വിവര ഉസ്താദ് പറഞ്ഞു നോക്കണ്ട, പിന്നെ അർത്ഥം മാറ്റി നോക്കും പറയണ്ട. മുസഹഫ് എടുക്കുക, ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ ഇല്ലേ നോക്കുക. മുജാഹിദിന്റെ പള്ളിയിൽ പോയിട്ട് അപകടം വരുത്തുന്ന ആളുകൾ മനസ്സിലാക്കാനേ ഞാൻ പറയും. നിങ്ങൾ മുസഹഫ് എടുക്കണം, പള്ളിയിൽ നിന്ന് കേട്ടോ, ഇതാ ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ, മുസഹഫ് എടുത്തിട്ടോ നിങ്ങൾ പരിശോധിച്ചാളി. ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ? എല്ലാ മുജാഹിദികളോടും ഞാൻ പറയാം, മുസഹഫ് കള്ളത്തരുണ്ടാവോ? മുസഹഫിൽ കളവുണ്ടാവോ? ഫാത്തിഹയിൽ നാദാപുരം ജുമാഅത്ത് പള്ളിയിൽ ബിസ്മിയുണ്ട്, ഈ പള്ളിയിൽ ബിസ്മിയുണ്ട്, മുജാഹിദ് പള്ളിയിൽ ബിസ്മി ഇല്ല. ഞാൻ ചോദിക്കുന്നു, ബിസ്മി ഫാത്തിഹയിലുണ്ടോ ഇല്ലേ? മുസഹഫ് ഒന്ന് മറിച്ച് നോക്കുക. മുസഹഫ് മറിച്ച് നോക്കാനുള്ള ഒരു ബുദ്ധിയും കൂടി ഇല്ലാത്തവനാണോ മുജാഹിദ് ആകുന്നത്? അള്ളാഹു കാക്കട്ടെ. മുസഹഫ് ഒന്ന് മറിച്ച് നോക്കുക, ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ ഇല്ലേ? കണ്ടില്ലേ സുഹൃത്തുക്കളെ, എന്തായി പറയണ്ടേ ഇയാള്? ഇയാൾ ആദ്യം പറഞ്ഞ എന്താണെന്നറിയോ? ഇവിടുത്തെ മാഷന്മാരും ഇവിടുത്തെ ബ്ലോക്ക് മെമ്പറും ആരൊക്കെ മൂപ്പര് പറയുന്നുണ്ട്, കുറെ നാദാപുരത്തുനിന്ന് കുറെ ആൾക്കാർ മുജാഹിദായി പോയില്ല, മൂപ്പർക്ക് വലിയ വിഷമം. ഒരു മൂപ്പര് പറയാ, നിങ്ങളൊക്കെ മുജാഹിദാവുമ്പോ എന്നോടൊന്നും ചോദിക്കരുതായിരുന്നോ? കിബറല്ലേ ആ പറഞ്ഞ്? നിങ്ങളോട് ചോദിച്ചിട്ടാ പോവുക? ഇങ്ങനെ ഒരു ചോദ്യം പണ്ടൊരാൾ ചോദിച്ചു എന്ന് അള്ളാഹ് ഞങ്ങളെ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അയാളുടെ പേര് ഫിറഔൻ സഖാഫീന. അറിയോ നിങ്ങൾക്ക്? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോ ജാലവിദ്യക്കാരുടെ മനം മാറി. തെളിവാണ് ആ കാണിച്ചത് എന്ന് നാട്ടുകാർക്ക് മനസ്സിലായപ്പോ മൂസാ നബിയുടെ മുമ്പിൽ അവര് പടച്ചതമ്പുരാന്റെ മുമ്പിൽ സുജൂദായിട്ട് വീണു. ഖുർആൻ പറയാണ്, ഫൗൽഖിയ സഹറതു സാജിദീൻ ഖാലൂ ആമന്നാ ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസാ വഹാറൂൻ. ഈ സാഹിരീങ്ങളങ്ങ് മുസ്ലിമീങ്ങളായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചപ്പോ മൂസാ നബീന്റെ വാക്കിലേക്കാണ് പോയി. അപ്പൊ ഫിറൗൻ സഖാഫി ചോദിക്കാണ്, പേരോട് ചോദിച്ച മാതിരി. എന്താ ചോദ്യം? ഖാല, ഫിറൗൻ സഖാഫി ചോദിച്ചു, ആമൻതും ലഹു ഖബ്ല അൻ ആദന ലക്കും. എന്നോടൊന്ന് സമ്മതം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളാണ് പോകുക? ഞാൻ അനുവാദം തരുന്നതിന് മുമ്പ് നിങ്ങളാണ് വിശ്വസിക്കേ? ചോദിച്ചില്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ഫിറൗനിന്റെ ഈ ധിക്കാരൊന്നും കേട്ട് പേടിക്കണ്ട. നിങ്ങൾ അള്ളാഹുടെ ദീന് മനസ്സിലാക്കി ഇങ്ങോട്ട് പോതോളിൻ. ആഖിറം വിളിച്ചാവും. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് തരട്ടെ. പ്രത്യേകം ദുആ ചെയ്യണം. ഇനി വിഷയം പറയട്ടെ. ഇയാൾ എന്താ പറഞ്ഞത്? ഇയാൾ പറയണ് ഫാത്തിഹയിൽ ബിസ്മില്ല, ഫാത്തിഹയിൽ നമ്മൾ ബിസ്മി ഓതുന്നില്ല. ഇയാൾക്ക് വിഷയം തിരിയോ? മുജാഹിദ് പള്ളിയിൽ എന്താ നടക്കുന്നത് ഇയാൾക്ക് അറിയോ? സുഹൃത്തുക്കളെ, ബിസ്മി ഇല്ല എന്ന് പറയണ എന്താ കാരണം? ബിസ്മി പതുക്കെ ഓതാറുള്ളത് എന്നല്ലേ? നമ്മളൊക്കെ സുഹൃത്തുക്കളെ പള്ളിയിൽ നിന്ന് ഫാത്തിഹ ഓതുമ്പോ എന്നിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഞങ്ങളിങ്ങനെ ഓതും. അപ്പൊ പേരോടെ മൈക്കിന്ന് പുറത്തേക്ക് കേട്ടതാ, മുജാഹിദ് പള്ളിയിൽ എന്താ നടക്കണെന്ന് നോക്കാം. ഇശാക്ക് അവിടെ പോയിക്ക. അപ്പോ അവിടുന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഇതൊന്നും കേൾക്കുന്നില്ല. മൂപ്പര് അൽഹംദുലില്ലാ കേൾക്കണം. അപ്പൊ മൂപ്പര് വേഗം പഠിച്ചു വെച്ചു, മുജാഹിദീങ്ങൾക്ക് ബിസ്മില്ല. എന്നാ പേരോടെ പഠിച്ചോ. ഞങ്ങൾ ബിസ്മി പതുക്കെ ഓതുന്നുണ്ട്. പതുക്കെ ഓതുന്നതൊക്കെ അല്ല ഞങ്ങൾ വിചാരിച്ചത്. എന്നാ നിങ്ങൾക്ക് വജ്ജഹത്തുണ്ടോ? നിങ്ങൾ ഈശ നിസ്കരിക്കുമ്പോ വജ്ജഹത്ത് ഓതുവോ? ഞാൻ പറയണില്ല. എന്തേ കാരണം? ഉറക്കെ പറയുന്നില്ലല്ലോ. സുഹൃത്തെ, നിങ്ങൾ പതുക്കെ പറയുന്നില്ലേ? ഇനി സുഹൃത്തെ വിളിച്ചോട്ടെ, ചിലപ്പോ നന്നായെങ്കിലോ.
ഹബീബേ, സുഹൃത്തേ, കാക്കേ ഒക്കെ വിളിക്കാലോ, നന്നാവൂ നോക്കട്ടെ. നിങ്ങൾ ശരിക്കൊന്ന് പഠിക്കും. നിങ്ങൾക്ക് ഗണ്ണനത്തിന്റെ ലജ്ജത്തൊക്കെ നമുക്ക് പഠിപ്പിക്കാം. ഞാൻ മാത്രമൊന്നുമല്ല, ഇതിനിപ്പോ ഷാർജിന്ന് വരേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നല്ല ആൺകുട്ടികളായിട്ട് ആൾക്കാരുണ്ട്. നിങ്ങൾ ഹനീഫ് കായക്കോടെ മുമ്പ് എത്രോടത്ത് ഓടിയിട്ടുണ്ട്? ജക്കരിയ സലാഹിയുടെ മുമ്പ് നിങ്ങൾ എത്രോടത്ത് ഓടിയിട്ടുണ്ട്? ഇവിടെ ആൾക്കാർ കമ്മി ഉണ്ടായിട്ടുണ്ടല്ലോ, നമ്മൾ വരേണ്ട ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പൊ സുഹൃത്തുക്കളെ, ആ വിഷയം വരെയാണ്. എന്തോ ആട്ടെ, നിങ്ങൾ നോക്കൂ, ഇതിൽ പറയാണ് പിന്നെ ഒരു ബിസ്മില്ല എന്നാ. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയോ നിങ്ങൾ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ എന്താണ്? നമ്മളെ പാഠപുസ്തകം വായിച്ചിട്ടാ പറയണ് ഫാത്തിഹയിൽ ബിസ്മില്ലേ. നിങ്ങൾ പോയി ചോയ്ക്ക്, അബൂ ഹനീഫ ഇമാമിനോട് പോയി ചോയ്ക്ക്. കേറിക്കോ, ഒരു മുസാഫ് എടുത്തിട്ട് പോണം നിങ്ങൾ ഹനഫി ഇമാമിന്റെ ഖബറുകൾക്ക്. എന്നിട്ട് കാണിച്ചു കൊടുക്കണം, എന്താ ഹനഫി ഇമാമെ നിങ്ങൾ ഈ ഫാത്തിഹ ഓതണ്ടാന്ന് പറഞ്ഞിരിക്കണേ? ഇത് ഖുർആൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ മാലിക് ഇമാമിന്റെ ഖബറുകൾക്ക് പോകണം, മുസാഫ് എടുത്ത് മാലിക് ഇമാമിന്റെ ഖബറുകളിലേക്ക് നിങ്ങൾ ഖുർആൻ എടുത്തിട്ട് പോകണം. എന്നിട്ട് ഫാത്തിഹ കാണിച്ചു കൊടുക്കണം. എന്താ മാലിക് ഇമാമേ, നിങ്ങൾ ഉറക്കുകയാണെങ്കിലും പതുക്കുകയാണെങ്കിലും ബിസ്മി ഓതൽ കറാഹത്തേന്നല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? എന്തൊക്കെ ഖുർആൻ തിരിയില്ല? നിങ്ങൾ പോയി ചോദിക്കണം. നിങ്ങൾ അതൊക്കെ പോകട്ടെ, നിങ്ങൾ എന്താ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്? ഇതേതാ പുസ്തകം? ദുറൂസുൽ ഇസ്ലാം. ദുറൂസുൽ ഇസ്ലാം ധാരത സുന്നി വിദ്യാഭ്യാസ ബോർഡ്, പേരോടിന്റെ പാർട്ടി. നിങ്ങൾ കുട്ടികൾക്ക് എന്താ പഠിപ്പിക്കുന്നത്? കേട്ടോളി, ഞാൻ വായിക്കാം. ഇതിന്റെ 93-ാമത്തെ പേജിൽ നിന്ന് വായിക്കാം. സിഫത്തുസ്സലാത്ത്. ഫാത്തിഹയുടെ മുമ്പ് പതുക്കെ ബിസ്മി ഓതൽ എല്ലാ റക്അത്തിലും സുന്നത്തുണ്ട്. പതുക്കെ ഓതണം നിങ്ങളെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നില്ലേ? പതുക്കെ ഓതണം നല്ല പേരോടെ നിങ്ങളെ പുസ്തകത്തിൽ നിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയും അത് ഹനഫി പുസ്തകമാണ്, എന്നാ ഞങ്ങളത് സലഫി പുസ്തകമാണ്. അത് ഹനഫി കുട്ടികൾക്കാണ്, എന്നാ ഞങ്ങളത് സലഫി കുട്ടികൾക്കാ പേരോടെ. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇനി തീർന്നില്ല. പതുക്കെ ഓതണതൊക്കെ തീരെ ചെയ്യാത്തതാണെങ്കിൽ പിന്നെ വജ്ഹത്തുല്ല എന്ന് പറയേണ്ടി വരും. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്ന് പറയേണ്ടി വരും. അത്തഹിയാത്ത് ഇല്ലാത്തവരാന്ന് പറയേണ്ടി വരും. റസൂലുള്ളാഹിയുടെ പേരിൽ സലാത്ത് ചെല്ലാത്തവരോ എന്ന് പറയേണ്ടി വരും. അതൊക്കെ നിസ്കാരത്തിൽ പതുക്കല്ല പേരോടെ പറയാറുള്ളത്. അപ്പൊ പതുക്കെ ഓരുന്നത് കൊണ്ട് ഫാത്തിഹയിൽ ബിസ്മില്ലാന്ന് ഞങ്ങളല്ല പറഞ്ഞത്. നിങ്ങളുടെ ഇമാമിങ്ങൾ, ഞങ്ങൾ ആദരിക്കുന്ന അബൂ ഹനീഫ ഇമാമ് തന്നെ, മാലിക് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ, അങ്ങനെയുള്ള പല പണ്ഡിതന്മാർക്കും അഭിപ്രായമുണ്ട്. നിസ്കാരത്തിൽ ബിസ്മി പതുക്കെ ഓതിയാൽ മതി. ചിലർക്ക് ഉറക്കിയും പതുക്കിയും ഓതണ്ടാന്ന് അഭിപ്രായമുണ്ട്. പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഈ അഭിപ്രായങ്ങളൊക്കെ മൂടി വെച്ചിട്ട് നിങ്ങൾ ഖുർആൻ എടുത്തിട്ട് ബിസ്മി കാണിച്ചിട്ട് കബളിപ്പിക്കാൻ നോക്കുന്ന പരിപാടി